ഹലോ, ഇന്നൊരു കുട്ടി നൈറ്റ് വ്ളോഗാണേ. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് വടക്കുന്നാഥൻ്റെ മുമ്പിലാണേ. ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, അതും ഈ ടൈമിൽ. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഈ ടൈമിലിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വടക്കുന്നാഥൻ്റെ മുമ്പിൽ, അതും ഈ ടൈമിൽ ചെറിയൊരു കാറ്റൊക്കെ കൊണ്ടുവയ്ക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അന്ന് എനിക്ക് ഫീൽ ചെയ്തു. മക്കളോട് പിന്നെ നമ്മുടെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞാൽ അവരതനുസരിക്കുന്നില്ല. അവർ നോൺ സ്റ്റോപ്പായിട്ട് അവിടെ അങ്ങനെ കറങ്ങി നടക്കുക തന്നെയായിരുന്നു. ഇഷുവിനെ ആദ്യം തട്ടിടാഞ്ഞത് ഭാഗ്യം. ത്രയുവിനെ അവരുടെ ഒപ്പം വിടുന്നത് എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എൻ്റെ കൂടെ തന്നെയായിരുന്നു ത്രയു എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് കളിക്കണം എന്ന് വാശി പറഞ്ഞ് അപ്പോഴാണ് ഞാൻ അവനെ ആദ്യമൊപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടത്. ചേട്ടനും മോനും എപ്പോഴും സെറ്റാണ്. ഇഷു ഒരു ബട്ടർഫ്ലൈനെ പോലെയാണ്, ഒരു സ്ഥലത്തിരിക്കലേ എപ്പോഴും ഇങ്ങനെ പാറിപ്പറന്ന് നടന്നുകൊണ്ടിരിക്കുക അവൾ. മെയിൻ കോഴ്സ് നമ്മുടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിയാണല്ലോ. ഞങ്ങൾ വടക്കുന്നാഥിൽ നിന്ന് നേരെ എത്തിച്ചേർന്നത് പാടുകാട് വിംബീസ് ഹോട്ടലിലാണ്. ഞങ്ങൾ മിക്കപ്പോഴും വിയ്യൂർ വരുമ്പോൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇത്രയും ന്യൂഡിൽസ് മതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ഫുഡിന് വെയിറ്റ് ചെയ്തു. പൊറോട്ട, ന്യൂഡിൽസ്, ചിക്കൻ, ഫ്രൈഡ് റൈസ് ഇത്രയും ഐറ്റംസ് കഴിച്ച് ഞങ്ങളുടെ നൈറ്റ് വ്ളോഗ് അങ്ങനെ ശുഭമായി അവസാനിച്ചു.